ബൈക്കല്ല സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. കൺട്രോൾ കിട്ടീന്. പഠിക്കാം. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും പഠിക്കാം. എന്നെ പരീക്ഷിക്കുന്നത് ആരും ഇങ്ങനെ പഠിപ്പിക്കില്ല. ഞാൻ എന്റെ ഒരു ധൈര്യം വെച്ച് പഠിപ്പിക്കരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് കുറെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാല് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ ബൈക്ക് പഠിക്കണമെന്ന്. സ്വന്തമായിട്ട് ബൈക്ക് പഠിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവൾക്ക് ഒരു സൈക്കിൾ വരെ ഓടിക്കാൻ അറിയില്ല. ഒരു സൈക്കിൾ വരെ ഇവൾക്ക് ഓടിക്കാറില്ല. 4 ചക്രമുള്ള സൈക്കിള് ഇവൾക്ക് നല്ല ഏത് ചെറിയ കുട്ടികൾക്ക് ഓടിക്കാൻ അറിയില്ലേ? കാരണം അത് ഓടിക്കേണ്ട ആവശ്യമില്ല. അതിന്മേൽ ഇരുന്നിട്ട് ഉന്തി കൊടുത്താൽ മതി. അങ്ങനെ ഇവള് ചെറുപ്പത്തിൽ ഓടിച്ചിരുന്നു. അതാണ് ഇവള് പറയണത്. അപ്പം ഗൈസ്, അപ്പോൾ ഇവള് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ബൈക്ക് പഠിക്കണം. ഇന്നലെ രാവിലെ തൊട്ട്. അപ്പം എൻ്റെ പെങ്ങൾ വീട്ടിലില്ല. ഞാൻ ഓളെ ബൈക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വീണാലൊന്നും പ്രശ്നമില്ല. ഏതായാലും കുറെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇന്നലെ ആ ബൈക്ക് എടുത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇവിടുന്ന് കുറെ റൗണ്ട് അടുപ്പിച്ചതാ. ഈ ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്ത് കുറെ റൗണ്ട് അടുപ്പിച്ചിട്ട് ഒന്ന് എയിമാക്കി. തീരെ ഓടിക്കാറില്ലേ ബൈക്കുകാരുടെ സംഭവം. ഓടിക്കാൻ തന്നെ അല്ല, ബൈക്കല്ല സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ബ്രേക്കിന്റെ കാര്യങ്ങളായിട്ടും ആക്സിഡന്റിന്റെ കാര്യങ്ങളായിട്ടും ഒക്കെ ഞാൻ എന്ത് ചെയ്ത് ഒന്ന് എയിമാക്കി കൊടുത്തൊക്കെ സെറ്റ് ആക്കി കൊടുത്തു എന്തായാലും. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ആക്കണം. അപ്പൊ ഇന്നിപ്പോ കുഴപ്പമില്ലാതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് അതിന്റെ ഇടയിൽ ഇന്നിപ്പോ ആദ്യമായിട്ടൊന്ന് വീണും ചെയ്ത്. ഇനി പഠിക്കൂലെന്ന് ഗൈസ്, പഠിക്കാന്ന് ഇവള് പറയാം. ഇവള് ഇന്നെ നിർബന്ധിച്ചാൽ ഇവള് പഠിക്കല്ല. ഇവളെ ഫുള്ള് ഞാൻ പഠിപ്പിച്ചിട്ട് ഇനി വിടുള്ളൂ എന്തായാലും. അപ്പൊ എന്താക്കണം, ഇനിയിപ്പോ നമ്മള് റോട്ടുമേലൊക്കെ വണ്ടി ഇറക്കാൻ പോവാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എന്തായാലും ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുമ്പോ സ്വാഭാവികമാണല്ലോ. ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുമ്പോ എന്തായാലും എന്താവും, ഒന്ന് നമ്മളെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവും. എങ്ങനെയാ നമ്മൾ വളയ്ക്കാനും ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുമ്പോ എന്തായാലും നമുക്ക് എന്താവും, ഒന്ന് ഹാൻഡിലൊക്കെ ഒന്ന് പിടിക്കാനും ഒന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് അടിക്കുമ്പോ ചെറിയൊരു എക്സ്പീരിയൻസ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് റോട്ടുമേലേക്ക് ഇറക്കിയിട്ട് വണ്ടി നമുക്ക് ഓടി തന്നെ പഠിക്കാം. ഏത് പഠിക്കാത്ത ആൾക്കാരുണ്ടോ ഈ വീഡിയോ കൺട്രോൾ നിങ്ങൾ പഠിക്കും. കാരണം വെച്ചാൽ ഇവള് പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുക. എനിക്ക് കൺഫേം ആകും. ഒരു സൈക്കിൾ വരെ ഓടിക്കാൻ അറിയാത്ത ഒരാള് ബൈക്ക് ഓടിക്കുമ്പോ അത് വേറെ തന്നെയാണ് അല്ലേ? അത് പഠിക്കാൻ വേറെ തന്നെയാണ്. അപ്പൊ എന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുക്കും. പഠിക്കുന്നതിനുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. കൊയങ്ങിയാണ് പറയും. ഉണ്ടാവില്ല ഒരു അഭിപ്രായം ഉണ്ടാവും. അതൊന്ന് പറയും. വീണത് പറയും. വീണതെന്ത് ബ്രേക്ക് അടിക്കാൻ മറന്നു. ഏതൊരാൾക്കും പഠിക്കാം. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും പഠിക്കാം. പിന്നെന്താ? അപ്പൊ ഗൈസ്, ഇതിന്റെ ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ നാളെ ഈവനിങ് ആകുമ്പോൾ അപ്ലോഡ് ചെയ്യണേക്കും. നമുക്ക് റോട്ടുമല കറിയുടെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്താ ശരി നോക്കട്ടെ. ഏടെങ്കിലും ഇടിച്ച് കഥ കയ്യാണെന്നുണ്ടെങ്കിൽ ആരും ബൈക്കും പഠിക്കൂല. സ്റ്റാർട്ട് ആയിക്കോ, ഓഫ് ആയിന്. ബാക്കോട്ടേക്ക് വലിക്കല്. സ്റ്റാർട്ടാക്കാൻ പഠിച്ചില്ലേ? നീ പോര്. അങ്ങോട്ട് പോയരുത്, ചളിയാണ്. അതാ പറഞ്ഞ ബാക്കോട് പോര്. വളച്ചോ. ഹാൻഡില് നല്ല ഓടിക്ക്. ഹാൻഡില് നല്ല ഓടിക്ക്. ഓടിച്ചോടിച്ച് പഠിക്ക്. പോര്. ഇങ്ങോട്ട് പോര്. ഇന്റെ നേരെ പോര്. ഞാൻ എന്റെ വണ്ടി വേക്കുന്ന അറിയാൻ തന്നെ കാരണം തെറ്റാറ് മനസ്സിലാക്കി. അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. ഇങ്ങോട്ട് വാ, ഇന്റെ അടുത്തേക്ക് വാ. റെഡി ആവുമ്പോ മെല്ലെ കാല് കയറ്റിച്ചോ.
അതിമ കാല് കയറ്റി വെക്ക്. വണ്ടി മൂവ് ചെയ്തൊരു കാല് കയറ്റി വെക്ക്. അപ്പഴാക്കി പിടുത്തല്ലേ ഈ വിഗൂല. ഈ കയറ്റി വെക്ക്. വെക്കാൻ നേരത്ത് കാല് കുത്തിയാ മതി. പോര് മെല്ലെ പോര്. എത്രയോ ഇതല്ലേ ഗ്രൗണ്ടല്ലേ. ആ മെല്ല. അങ്ങനെ തന്നെയാണ്. കാല് കയറ്റി വെച്ച് പഠിക്കുക. അപ്പളെ ഈ ഇപ്പൊ കാല് കുത്തിട്ട് എനിക്ക് റെഡി ആയില്ല. അതേപോലെ കാല് ഇനി കയറ്റി വെച്ച് പഠിക്കുക. അപ്പൊ കാല് കയറ്റി വെക്കുമ്പോൾ നമുക്ക് അത് എയിമാവും. ആ കാല് കയറ്റി വെച്ചില്ലേ. അങ്ങനെ തന്നെ കയറ്റി വെച്ചു. ഇജ്ജ് അങ്ങനെ പേടിച്ച് കളിക്കണ്ട. ഇജ്ജ് വണ്ടി ആ ചളിയിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടല്ലേ നേരെ വരുന്ന ചെയ്യുന്നതിൽ അങ്ങോട്ട് വളയ്ക്കുന്നത്. നേരെ പോ. അങ്ങോട്ടല്ല അയാൾ ഇങ്ങോട്ട് തിരിക്കും. ഇങ്ങോട്ട് തിരിക്കാനല്ലേ. ആ പോ വിട്ടോ. നോർമൽ ലെവലിൽ മെല്ലെ പോയിക്കോ. ഞാൻ വീടാ പോട്ടെ പോട്ടെ. കാല് മെല്ലെ മെല്ലെ കയറ്റിച്ചോ. ചളിയിലേക്ക് എടുക്കരുതേ വണ്ടി. ആ മെല്ലെ കാല് കയറ്റേക്ക്. അങ്ങനെ തന്നെ രണ്ട് അക്കി കൺട്രോൾ കിട്ടീന്. അക്കി കൺട്രോൾ കിട്ടിയെന്ന് കയറ്റി വെക്ക് കാല്. പോട്ടെ പോട്ടെ പോട്ടെ. ഈ കൂടെ കൂടെ പഠിക്കാണ്. റോട്ടുമ്പോ പോവാ. റോട്ടുമ്പോ നോട്ടാൻ കഴിയും. ഗ്രൗണ്ട് നോട്ടാൻ കഴിയും. ആടുള്ള പണിയെടുക്കണ ഹിന്ദിക്കാർ മൊത്തം നോക്കിക്കണേ. ഏത് വിഷയം നോക്കിക്കണേ. 2-3 തിരിയാത്ത എന്താ ചോദിച്ചാൽ ഞാൻ തിരിച്ചാലേ തിരിയുള്ളൂ. തിരിയാത്ത എന്താ വെച്ചാൽ തിരിയോ. പോട്ടെ. അതേ കാല് കുത്തല്ലേ. വണ്ടി ഒന്ന് മൂവിങ് ആയിട്ട് കാല് കുത്തിക്കോ. ആ അതിലെത്രയും മല മതിയാക്കല്ലേ. വണ്ടി എടുക്ക്. കൈ വേദനാവും, കാല് വേദനാവും, ഊരെല്ലാം വേദനാവും. പഠിക്കണം വിചാരിച്ചാലും നിന്ന് പഠിക്കണം. എന്നാലേ പഠിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് തോന്നിയ പോലെ എടുത്ത് കളിച്ചാൽ ഒരു പഠിത്തം പഠിക്കില്ല. ചെക്കന്മാർക്കാണ് വെളിയിൽ. എനിക്ക് പേടിയാവുന്നു. എന്താ അറിയില്ല. ഞാൻ ഓന് വീണില്ല. ഒരു അമ്പ് ചാടിയതാ. നിങ്ങൾ തനം കൂടി പേറുള്ള ശക്തിക്കില്ല. നമ്മളെ നോക്കിയില്ല. നമ്മളെ നോക്കി പോയതാ. പണ്ട് കണ്ടുണ്ടാവും. ആ 2 ചെക്കന്മാര് ബൈക്കാൻ പോയി. നമ്മളെ നോക്കി പോയതാ. ആടെ വീട് ചളി കൊടുക്കല്ലേ. പോട്ടെ 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 പോട്ടെ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതെന്താ ഇങ്ങനെ കളിക്കുന്നു? എനിക്കറിയില്ല. രാവിലെ വന്നപ്പോ ഇങ്ങനെ നല്ല ഓട്ടിങ് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് എടുത്തില്ല. പിന്നെ ബ്രേക്ക് എടുത്തില്ല. പിന്നെ ബ്രേക്ക് എടുത്താ ഇന്നിപ്പോ ഇന്ന് എടുക്കില്ല. നാളെ എടുക്കുന്ന വെച്ചാൽ അപ്പോഴത്തെ ഫുള്ള് മറന്നു പോയില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ ഉറുമ്പായിരിക്കും പോലെ ഈ പോണത്. എടുത്തുകൂടെ അങ്ങോട്ട് വണ്ടി. കൊടുത്തൂടെ. കൊടുത്തോ. ആ കാട്ടിൽ പോകാൻ കാട്ടിലേ പോവുള്ളൂ. പഠിച്ചു കഴിയുമ്പോ തന്നെ ബ്രേക്ക് അടിച്ച് നല്ല നിർത്തിക്കോ. നേരെ ഇങ്ങനെ പോണ്ട. എങ്ങടെ ഒരേ പോവാ നീ ഇങ്ങോട്ട് പോവാ. അതിലേ കറക്കണ്ട. അതിലെ ചളിയാണ്. ബാക്ക് കൊടുക്ക്. പഠിച്ച വണ്ടി വീണ്ടും പഠിക്കരുത്. പഠിച്ച വണ്ടി പിന്നെ എടുത്ത് എയിമാക്ക്. എന്തിനാ എല്ലായിടത്തും കൊണ്ടുപോയി വണ്ടി നിർത്തിയിരുന്നേ.
ചളിയാണ് അങ്ങോട്ട് ഇനി പോണ്ട, ചളിയാണ് അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോവല്ലേ പോവല്ലേ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാ. അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവല്ലേ പറഞ്ഞ പിന്നെ അങ്ങോട്ടാ പോണ്. വണ്ടി പിടിക്കാൻ പോവും. നടന്നു പോയിക്കോട്ടെ. കേറടി, കേറുവാ. പഠിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാണ്ട്, കയ്യും കാലും ഒക്കെ വേദന ആവും, സഹിച്ച് പഠിക്കേണ്ടി വരും. മുമ്പ് കയറും ഇങ്ങോട്ട് വാ. ഇതിലെ കേട്ട് കൂട്ടാൻ 3:30 ആവണം കേട്ടോ. ഈ ഓടിക്കുന്നുണ്ട്, നേരെ തന്നെ ഈ ഓടിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇത് റോട്ടുമ്പിലേക്കുമ്പാട് ഇറക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാ. വളച്ചല്ലോ വിട്ടോ ഇത് ഈ ലെവലില് തന്നെ വിട്ടോ. ഇതാ പോഷന് ഇതാ റൗണ്ട് അടിച്ചോ, ആ കല്ലിന്റെ അടുത്ത് കൂടെ റൗണ്ട് അടിച്ചോ. അങ്ങോട്ട് പോകണ്ട, അവിടെ ചളിയാണേ. മെല്ലെ ഓടിക്കും. കാലുത്തണ്ട അങ്ങട്ടാ പോണേ, പിന്നെ ചളിയിലേക്കാ പോണേ. Few moments later. ആ പോരേ, ബാക്കോട് എടുക്ക്. ആ വിട്ടോ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അപ്പം കഴിച്ച് ഞങ്ങള് മെയിൻ റോട്ടുമേലേക്കാണ് ഈ പോണത് കേട്ടോ. വണ്ടി പഠിക്കാൻ വേണ്ടി ഇവളാണ് ഓടിക്കണേ. ഞാൻ മെയിൻ റോഡുമേലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വണ്ടി. ഇവള് ചെറിയൊരു വികല് വീണാണ് വണ്ടിമേൽ. ഇപ്പോ ആ വികല് വീണപ്പത്തിനേക്കും എന്താണ് ടൈം 3:30 ആയിട്ടുള്ളൂ. 3:30 ആകുമ്പോ മോനെ കൂട്ടാണ്ട് നഴ്സറിന്ന്. നഴ്സറി ചേർത്താനൊന്നും ആയില്ല, വെറുതെ കൊണ്ടുപോയി എത്തിച്ചാണ്. 3 വയസ്സാവണം ചേർത്താണെങ്കിൽ. ഇപ്പൊ എത്ര 2 വയസ്സും 8 മാസമായി. എന്നാ നോക്കല്ലേ. ഇപ്പം കേസ് ഇവളെ കൈമേലേക്ക് ഞാൻ വണ്ടി കൊടുക്കാൻ പോവാ കേട്ടോ. ഇവൾ ഓടിക്കട്ടെ വണ്ടി. ഇതാണ് ഞങ്ങളെ റോഡ്. തള്ളത്തെ ആക്കല്ലേ. കാലട്ടിക്കാൻ പുസ്തകക്കാരൻ്റെ പറഞ്ഞു, അതൊന്ന് കാലട്ടിക്കണോ? ഏതായാലും വീണല്ലേ, കാലട്ടിക്കാൻ കെട്ടിക്കാം. എന്റെ കാല് പോയി. വട്ടാവ് വിളിച്ച് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് കൂടി ഇരിക്കി. കാറ് പോയിക്കോട്ടെ കേട്ടോ. ഭഗവാനെ എന്നെ പരീക്ഷിക്കുന്നത്. എന്റെ ഊരൊടിക്കല്ലേ. ഞാൻ എന്നെ പറഞ്ഞു ഊരൊടിക്കരുത്. ഊരൊടിക്കല്ലേ. ഒന്ന് കഴിഞ്ഞ ബ്രേക്ക് പിടി. ആ ലോറി പോയിക്കോട്ടെ കേട്ടോ. നീ പിന്നെ ഊരൊടിക്കണേ. എന്നിട്ട് ഈ കൂടെ പഠിത്തം മോശമാക്കല്ലേ. പഠിച്ചെന്നുള്ള ഇതിലാണ് ഇപ്പൊ എന്നെ റോട്ടുമേലേക്ക് ഇറക്കണേ. ഈ കൂടെ മോശമാക്കരുത്. അടുത്ത കാറ് പോയിക്കോട്ടെ. ബേക്കിൽ കാറ് വരുന്നുണ്ട്. എല്ലാം എടുത്തോ. കാറ് നോട്ടേക്കില്ല. എല്ലാം എടുത്തോ. ഞാൻ ആദ്യം പിടിച്ചു തരാം. ആ എക്സ്പെർട്ട് കൊടുക്കും. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഓടിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഓടിക്കാൻ പഠിക്കാൻ എനിക്ക് ഉറപ്പാണ്. ഇവനൊക്കെ പറയാം.
വേറെ റോഡ്. കയറ്റം വരുമ്പോ